ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 21-ാം നൂറ്റാണ്ടിൽ സഭ ആദ്യമായി അംഗീകരിച്ച മരിയൻ പ്രത്യക്ഷീകരണമാണ് അവർ ലേഡി ഓഫ് ഹാപ്പി മീറ്റിംഗ്സ് അല്ലെങ്കിൽ ലാവോസിലെ പരിശുദ്ധ അമ്മ. 1664 മുതൽ 1718 വരെ ഫ്രാൻസിലെ ലാവോസ് എന്ന ഗ്രാമത്തിൽ 17 വയസ്സുകാരിയായ ബെനഡിക്റ്റിക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. തീർത്തും ദാരിദ്ര്യം നിറഞ്ഞ കുടുംബത്തിലാണ് ബെനഡിക്റ്റ ജനിച്ചു വീണത്. അവളുടെ 7-ാം വയസ്സിൽ അവളുടെ പിതാവ് മരണമടഞ്ഞു. തുടർന്ന് കുടുംബം നോക്കുന്നതിന് വേണ്ടി കന്നുകാലികളെ മേയ്ക്കുന്ന ജോലി അവൾ തിരഞ്ഞെടുത്തു. 1664 തൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ജപമാലയും ചൊല്ലി ഒരു കുന്നിൻ ചെരുവിൽ അവൾ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞിനെയും കയ്യിലേന്തി ഒരു സ്ത്രീ അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. വളരെ പുഞ്ചിരിച്ച മുഖത്തോടുകൂടിയാണ് ആ സ്ത്രീ കാണപ്പെട്ടത്. എന്നാൽ ഒന്നും സംസാരിക്കാതെ ആ സ്ത്രീ അവളുടെ മുൻപിൽ നിന്നും അപ്രത്യക്ഷയായി. പിന്നീടുള്ള 4 മാസം എല്ലാ ദിവസവും മാതാവ് അവൾക്ക് പ്രത്യക്ഷപ്പെടുകയും പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുകയും ചെയ്തു. ബെനഡിക്റ്റയ്ക്ക് മാതാവ് തന്നെ പരിചയപ്പെടുത്തിയത് പാപികളുടെ സങ്കേതമെന്നാണ്. അതോടൊപ്പം തന്നെ അനുരഞ്ജന കൂദാശ സ്വീകരിക്കാനായിട്ട് അവളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. പാപത്തിന്റെ വഴിയിൽ നടക്കുന്ന യുവതികളെ, ഏറെ പ്രത്യേകിച്ച് ഗർഭചിത്രം ചെയ്യുന്നവരെ പിന്തിരിപ്പിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും മാതാവ് അവളോട് പറഞ്ഞു. പുരോഹിതരും സമർപ്പിതരും വ്രതം പാലിക്കുന്നതിൽ തീക്ഷ്ണത കാണിക്കണമെന്നും ലാവോസിൽ തന്റെ മകനോടുള്ള ആദരസൂചകമായി ഒരു ദേവാലയം പണിയണമെന്നും പിൽക്കാലത്ത് ആ ദേവാലയം അനേകം പാപികളുടെ മാനസാന്തരത്തിനുള്ള സ്ഥലമായി മാറുമെന്നും അമ്മ പറഞ്ഞു. 2008 മെയ് 5-ാം തീയതിയാണ് സഭ ഈ പ്രത്യക്ഷീകരണം ഔദ്യോഗികമായി അംഗീകരിച്ചത്. മാതാവ് ആവശ്യപ്പെട്ടതുപോലെ പാപികൾക്കായും പുരോഹിതർക്കായും നമുക്കും പ്രാർത്ഥിക്കാം.